ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ കൂടിയായ മേരി ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ പൊതുവിൽ മലയാളികൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. എല്ലായിടത്തും ചെലവ് വർദ്ധിച്ചു. അതിന് ഒരു പരിധിവരെ പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണമായിട്ടുണ്ട് എന്നതറിയാം. പുറത്തുനിന്നൊരു ചായ കുടിക്കണമെങ്കിൽ പോലും 5 രൂപയുടെ വർധനവുണ്ടായിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിൽ. കോഴിമുട്ടയ്ക്ക് 3 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. അരിക്ക് 10 മുതൽ 15 രൂപ വരെ വില വർദ്ധിക്കുന്നു. പക്ഷേ അതിനനുസരിച്ച് വരുമാനം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണല്ലോ ഓണം. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഏക ആശ്വാസം എന്നത് പച്ചക്കറിക്കൊരു തീവിലയില്ല എന്നതാണ്. പക്ഷെ ഓണം പച്ചക്കറിക്ക് വില കൂടുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് മാർക്കറ്റിലുള്ളവർ തന്നെ പറയുകയാണ്. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ മലയാളിയുടെ നടുവൊടിയും ഓണക്കാലത്ത് എന്നതാണോ സാഹചര്യം? തീർച്ചയായിട്ടും അത് തന്നെയാണ് സാഹചര്യം. പക്ഷെ ആ സാഹചര്യം വരാതിരിക്കാൻ ഉള്ള പരിശ്രമം ഗവൺമെന്റ് ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. 1,29,078 ടൺ അരി ഈ ഓണത്തിന് വിപണിയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 24,506 ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും എന്നാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി ഈ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ സ്റ്റാളുകൾ തുടങ്ങും 3 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 16 മുതൽ 14 ജില്ലകളിലും കൂടാതെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓണച്ചന്തകൾ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വില നിയന്ത്രിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ തന്നെ നേന്ത്രപ്പഴം കിട്ടാനില്ല. കിട്ടുന്ന നേന്ത്രപ്പഴം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 40 രൂപ വില ഹോൾസെയിലിൽ കിട്ടുമ്പോൾ 80 രൂപയ്ക്കാണ് റീറ്റെയിലിൽ അത് കിട്ടുക. അപ്പൊ ഏത്തപ്പഴം ഒന്നും വാങ്ങിച്ച് ഏത്തപ്പഴം ഒന്നും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പേരൻസിന് കഴിയില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അവിടെയൊക്കെ വില കുറവ് കിട്ടണം എന്നുണ്ടെങ്കിൽ പൂഴ്ത്തിവയ്പ്പുകാരെ ചങ്ങലയ്ക്കിടണം. അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കി എന്തെല്ലാം 16 ഉൽപ്പന്നങ്ങളാണ് ഈ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓണം അനുബന്ധിച്ച്. പക്ഷേ 16 ഉൽപ്പന്നങ്ങളും മഞ്ഞ കാർഡുകാർക്കും നീല കാർഡുകാർക്കുമാണ് ലഭിക്കുക. മറ്റുള്ളവർക്ക് അതിനേക്കാൾ ഉയർന്ന വില കൊടുക്കേണ്ടി വരാം. അപ്പൊ എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ഓണ വിപണനം നടത്തുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി അരിയും സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത് കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് ഇവയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കലാണ്. അതായത് ഓണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പൂഴ്ത്തിവയ്ക്കാനും ഒക്കെ ശ്രമം തുടങ്ങും കേരളത്തില്. അത് എല്ലാ കാലങ്ങളിലും തുടരുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവരെ ചങ്ങലക്കിടത്തക്ക രീതിയിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പുറത്തിറങ്ങണം. അതാണ് വളരെ പ്രധാനമായിട്ട് ഇവിടെ വേണ്ടത്. അപ്പോഴാണ് സാധാരണക്കാർ എല്ലാവരും മേടിക്കേണ്ട, അതായത് റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്നത് ചുരുങ്ങിയ ഒരു പോപ്പുലേഷന് മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം വാങ്ങിക്കുന്നത് വിപണിയിൽ നിന്നാണ്. അപ്പൊ ആ വിപണിയിലെ വില നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ഈ തരത്തിലുള്ള പൂഴ്ത്തിവയ്പ് കർശനമായിട്ട് തടയാൻ കഴിയണം. അപ്പൊ അതിനുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് എടുക്കണമെന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അതോടൊപ്പം തന്നെ റേഷൻ കടകളുടെ പ്രവർത്തനം കർശനമായി നിരീക്ഷിക്കുകയും സാധനങ്ങൾ ക്വാളിറ്റിയോടെ ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ധനരാജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ധനരാജ്, നമ്മൾ കാലങ്ങളായി ഓരോ സീസണുകളിലും ഈ ആശങ്ക പുലർത്തുന്നതാണ്, പ്രത്യേകിച്ച് ഓണം സീസണുകളിൽ. ഇപ്പോൾ തന്നെ അരിക്ക് പലവ്യഞ്ജനത്തിനൊക്കെ വില ഉയർന്നിരിക്കുന്നു. മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും കാര്യം പറയേണ്ടതില്ല. അവിടെ ഏക ആശ്വാസമാകുന്നത് പച്ചക്കറിയാണ്. ഒരു പക്ഷേ ഓണക്കാലത്ത് പച്ചക്കറിക്കുണ്ടാകുന്ന ഡിമാൻഡ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പുറത്തു നിന്നാണ് എത്തുന്നത്. അരി എത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ തെലങ്കാനയിൽ നിന്നൊക്കെ മറ്റ് ശ്രീലങ്കയിലേക്കുള്ള കയറ്റുമതി ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിലേക്ക് അരി എത്തുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്തിടെ ഈ ശാസ്ത്രജ്ഞരുടെ തന്നെ ഒരു വിശകലനം അനുസരിച്ച് കേരളം വിചാരിച്ചാൽ ഏതാണ്ട് 4/1 ഭൂമിയും തരിശായി കിടക്കുകയാണ്. അത്തരം പ്രൊജക്റ്റുകളൊന്നും ഏറ്റെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല. മറിച്ച് ഓരോ സമയത്തുണ്ടാകുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ചില പൊടിക്കൈകൾ
അതിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് ഈ കാർഷിക മേഖലയിലെ ഒരു ശാസ്ത്ര കൂട്ടായ്മ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വായിച്ചിരുന്നു. അത്തരമൊക്കെയുള്ള ഒരു സാധ്യതകൾ തുറന്നിടേണ്ട സമയം കൂടിയാണോ ഇത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.